ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മൈതാനിയിൽ നടക്കുന്ന ഫ്ലവർ ഷോയാണ്. ഞാനും നന്ദുകുട്ടനും കയറിയായിരുന്നു. ചേട്ടായി ഡ്യൂട്ടിയിലായതുകൊണ്ട് ചേട്ടായിക്ക് കയറാൻ സമയം കിട്ടിയില്ല. ഞങ്ങൾ കയറി. ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അവിടെയുണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് കാണാൻ പറ്റി. ആന്തൂറിയംസൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. എനിക്കെല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ നന്ദുകുട്ടൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. യൂഷ്വലി അവൻ ഫോട്ടോസിന് നിന്ന് തരാറില്ല. ഇതിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവൻ ചാടി ചാടി നിൽക്കുകയാണ്. അവൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. എനിവേ എല്ലാ ഫ്രെയിമിലും അവൻ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അവർക്ക് ഊഞ്ഞാലാടാനും ഒക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവർക്ക് ബോറടിക്കാതിരിക്കാനായിട്ടായിരിക്കാം. പിന്നെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് ഫ്ലവർ ഷോ കാണാനും അതുപോലെ ചെടികൾ മേടിക്കാനും ഒക്കെ ആയിട്ട്. ഒരുപാട് സീനിയ കണ്ടു, ഡാലിയ കണ്ടു. പിന്നെ നമ്മളിതെല്ലാം കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കും കുറേ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയൊക്കെ ഷോപ്സും അവരുടെ മേളയും കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം നമുക്ക് ഈ ചെടികളുടെയൊക്കെ തന്നെ വിത്തുകൾ വിൽക്കുന്ന ഒരു സ്റ്റോളുണ്ട്. അവിടെ നിന്ന് ഞാൻ ഡാലിയയുടെ വിത്ത് മേടിച്ചായിരുന്നു. വിത്തെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, കിഴങ്ങാണ്. ആ കിഴങ്ങ് കൊണ്ട് മണ്ണിൽ കുഴിച്ചിടുക ചെയ്യുന്നെന്നാണ് പറഞ്ഞത്. ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, വെച്ചില്ല. മണ്ണിൽ വെക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. ഒരുപാട് ടൈപ്പ് ഓഫ് സീനിയ കണ്ടു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സൺഫ്ലവർ ഇല്ലേ, സൂര്യകാന്തി, അതിൻ്റെ ഒരു എന്താ പറയുക, കുറേ ഏരിയ ഇങ്ങനെ ഒരു സൺഫ്ലവറിൻ്റെ തോട്ടം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ അതിനിടയിലൊക്കെ നിന്ന് സൺഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഞാൻ നന്ദുവിനെ അങ്ങനെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ കുറേ നമ്മൾ നടന്നിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റോസിൻ്റെ ഐറ്റംസാണ്. കുറേ ടൈപ്പ് ഓഫ് റോസസ് ഉണ്ട്, പല വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. പിന്നെ അതിലെനിക്ക് പർപ്പിൾ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തെ ഏരിയയിലെ ഫ്ലവർ ഷോ ആ ഒരു ഏരിയ കടന്നിങ്ങ് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ചെറിയ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ കൂടെ നമ്മൾ വരുന്നത്. അവിടെ ഇങ്ങനെ കുറേ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. ലവ് ബേർഡ്സ്, പിന്നെ പ്രാവ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അധികമൊന്നുമില്ല, പക്ഷേ വി ക്യാൻ എൻജോയ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് പെറ്റ്സിനെ, അത് പെറ്റ്സ്, ഈ പൈത്തൺ ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചവർണ്ണക്കിളി, പിന്നെ എന്തൊക്കെയോ, ഐ മീൻ നമ്മുടെ ഈ ഓന്തില്ലേ, വലിയ ഓന്ത്, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അവിടെ നിന്ന് ആളോട് പേരൊക്കെ ചോദിച്ചായിരുന്നു, അയാൾ പറഞ്ഞു തന്നു. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ പെറ്റ്സിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം, സെൽഫി എടുക്കാം. ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് തരും. അല്ലെങ്കിൽ അതിന് 50 രൂപയാണ് ഒരു ഐറ്റത്തിൻ്റെ കൂടെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതിന്. അപ്പോൾ പഞ്ചവർണ്ണ കിളി എനിക്ക് പണ്ടേ എന്നെ ഒന്ന് നേരിട്ട് കാണണം, കയ്യിലെടുക്കണം എന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞിടാ, നീ എന്നാ നിൽക്കുക, അമ്മ ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷേ അവന് താല്പര്യമില്ലായിരുന്നു, എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഓർത്ത് അവന് പേടിയായിരിക്കും. ഞാൻ എന്നാൽ ഓക്കെ, ഞാൻ നിർബന്ധിച്ചില്ല. പക്ഷേ പഞ്ചവർണ്ണക്കിളിയെ പേടിയുള്ള ലവൻ ഓടിപ്പോയി പെരുമ്പാമ്പിനെ തൊട്ട് തലോടുന്ന കണ്ടോ. അത് കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് പേടി തോന്നി. പിന്നെ ഇവന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു പെങ്കൊച്ച് വന്ന് ഈ പാമ്പിനെ എടുത്ത് കഴുത്തിലിടുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത്ര വലിയ ഡേഞ്ചർ അല്ല എന്ന് തോന്നി. പിന്നെ നന്ദു ഒരിക്കലും അതിന് കഴുത്തിടാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അവനതിനെ നക്കാനൊക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. ദൈവമേ, അതിനെ കളിപ്പിക്കുകയാണ്. ഇല്ല, നക്കാനല്ല, അവൻ അതിനെ പേടിപ്പിക്കാൻ ചെന്നു, അത് നാക്ക് നീട്ടുന്ന കണ്ടിട്ട്. പിന്നെ അതിനെ തോളലൊക്കെ എടുത്തിട്ട് കഷി, എന്താ പറയുക, ആദ്യമായിട്ടൊരു അനുഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്റ്റോളിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഔട്ട്സൈഡായിട്ടും നമ്മൾ ആ ഒരു മേളയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ എയറിലും കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സിറ്റ് ആകുന്നതിന് മുന്നേ കുട്ടികൾക്കുള്ള ഇതുപോലുള്ള പ്ലേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നന്ദു ഒരുപാട് എൻജോയ് ചെയ്തു. കടന്നു ഇരുന്നും ഒക്കെ ട്രെയിനിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.